നീർക്കോലിയാടാ. നീർക്കോലി വെച്ചാൽ അത്താഴം മാത്രം വേണം കഴിക്കാം. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാം, കുഴപ്പമില്ല. മീനെടുക്കാൻ പോവാൻ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. മീൻ പോയടാ. ടോട്ടൽ 66 മീനുണ്ട്. കറക്റ്റ് 1 kg, 1 കിലോ ഉണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ് പാർട്ട് 3. ഇപ്പോൾ വ്ളോഗ് 3 ആണിന്ന്. നമ്മൾ സ്ഥിരം പിടിച്ചുകൊണ്ടിരിക്കുന്ന അതേ കുളത്തിൽ തന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ പുതിയ പ്രിപ്പറേഷനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് വരെ പിടിച്ചിട്ട് ബെയ്റ്റായിട്ട് ഉപയോഗിച്ച് ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ, അതായത് മൈദ ഇടുക, മീൻ കൊത്തി കൊണ്ടുപോകുക എന്നുള്ള സെറ്റപ്പ് ആയതുകൊണ്ട് കുറച്ച് മീനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വര ഇട്ട് കുറച്ചുകൂടെ കൂടുതൽ പിടിക്കാനായിട്ട് വര എടുക്കാനായിട്ട് ഒരു കണ്ടത്തിലെത്തിയിരിക്കുകയാണ് നമ്മൾ. നേരെ നമ്മൾ കുളത്തിലോട്ട് പോകുന്നതാണ്. ഇന്നപ്പോൾ നമ്മളിവിടെ കുറച്ചധികം ആൾക്കാരുണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിന്, സിബിന്, പിന്നെ ബ്രദറും, പിന്നെ ഇന്നലെ വന്ന നീരജ്. ഇതാണ് വര, ഇതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ചാണകപ്പുഴുവിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതും നല്ലൊരു ബെയ്റ്റാണ്. ഇതാണ് നമ്മളൊന്ന് ക്യാച്ച് ചെയ്തിരിക്കുന്ന വര. അതുകൊണ്ട് കുറച്ചധികം ഉണ്ട് വരയും പിന്നെ ചാണകപ്പുഴു ആ സാധനമുണ്ട്. നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. കാട്ടിൻ്റെ അകത്തോട്ട് എല്ലാ ദിവസവും കയറുന്ന പോലെ ഇന്നും കയറുകയാണ്. കാട്ടിലൊരാൾ. ഹായ്, കാട്ടിൽ നമുക്കൊരു മനുഷ്യനെ കിട്ടി. ഹായ്, ചൂണ്ടയിടാൻ വരുന്നോ? ഇവിടെ കുളം കണ്ടു ഞങ്ങൾ, അപ്പോൾ അങ്ങോട്ട് പോയതാണ്. ലൈവായിട്ട് കുളത്തിൽ പോ, ഒരാൾ കുളത്തിൽ പോകുന്നു. ഇപ്പൊ ലൈവായിട്ട് കാണാം. സ്പോട്ട് ചെയ്തോ, മീനെ സ്പോട്ട് ചെയ്തോ നമ്മള്. നമസ്കാരം, ഞങ്ങൾ വീണ്ടും സെയിം സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. യെസ്, ഞങ്ങൾക്കൊരു മീനെ അടിച്ചിട്ടുണ്ട്. മീനല്ല, ചേറിന്ന് ഞങ്ങളുടെ ചൂണ്ട തിരിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും പേരുണ്ട്. വെൻ, പഴയ മുക്കം നീരജ്, പുതിയ മുക്കം മല്ലൻ, വെൻ, പിന്നെ ഞാനും, പിന്നെ ഒരാളോടുണ്ട് സിബിൻ, യേസു. നീർക്കോലിയാടാ. നീർക്കോലി വെച്ചാൽ അത്താഴം മാത്രമേ മുടങ്ങുള്ളൂ. നമുക്ക് വൈകിട്ടത്തെ ഇത് കഴിക്കാം, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാം, കുഴപ്പമില്ല. അപ്പോൾ പടലിൽ ഇറങ്ങണ്ട എന്നുള്ള തീരുമാനം നമ്മൾ കൺഫേം ചെയ്തിരിക്കുന്നു. വേണ്ട. ഫസ്റ്റ് ക്യാച്ച് കുഞ്ഞൊരു മീനാണ്, പക്ഷെ നമ്മളിവനെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ മോശമായതുകൊണ്ട് നമ്മളിതിനെ പിടിച്ചു പിടിക്കാം. അപ്പോൾ നമ്മുടെ ഒരു എത്രാമത്തെ ക്യാച്ച്? 4ാമത്തെ ക്യാച്ചാണിത്. ഓക്കെ, അപ്പോൾ ഇന്ന് വര ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. മൈദ ഇടുന്നതിലും ഭയങ്കര രീതിയിൽ നമുക്ക് സാധനം അടിക്കുന്നുണ്ട്. കിട്ടിയേക്കുന്നത് ഇടുക വര ആയതുകൊണ്ട് നമുക്ക് ബെയ്റ്റ് പിന്നെ കൊളുത്തോണ്ടിരിക്കുന്നില്ല. നല്ല രീതിയിൽ അടി വരുന്നുണ്ട്. ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഒരേ സമയം 2 മീൻ ആണ് നല്ല രീതിയിൽ കൊളുത്തുന്നുണ്ട്. നല്ല വലിയ മീനുകളാണ് എല്ലാം അടിക്കുന്നത്. ഗൈസ്, വൈറ്റിലാണ് അടിച്ചിരിക്കുന്നത്. 10ാമത്തെ ക്യാച്ചാണ് നമ്മൾ മീനിൻ്റെ നേരെ ഈ തലഭാഗത്തായിട്ട് പിടിച്ചതിന് ശേഷം മീൻ അനങ്ങത്തില്ല. നോക്കൂ, പതിയെ ഹുക്ക് കയറി ഏത് ദിശയായിട്ടാണോ അപ്പോൾ നേരെ കയ്യെ കൊള്ളാത്ത വിധം പതിയെ. ഇതിപ്പോൾ ഒരു കണഞ്ഞോടാണ് കയറിക്കുന്നത്, കണ്ടോ? കെയർഫുള്ളായിട്ട് ചെയ്യുക. മീനെടുക്കാൻ പോവാൻ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. മീൻ പോയടാ. എൻ്റെ നല്ലൊരു ചൂണ്ട പലക്കാർക്കൊന്നും കമൻറ്റ് കൊടുത്തിട്ട് മാന്യമായിട്ട് നിൽക്കുന്നൊരു വ്യക്തി. ആദ്യമായിട്ടാണ് പൊക്കിയെടുക്കുന്നത് കിട്ടി. എങ്ങനെ ഇട്ടേക്കുന്നത് കാണാൻ പറ്റുന്നത്? എൻ്റെ ഒരു കോട്ടയത്തൊരു കള്ളു ഷാപ്പില്ലേ, കിളിക്കൂട് എന്ന് പറയുന്നത്, കുമരകത്ത്. അറിയില്ല. കൊടുക്കുന്നു ഞാൻ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ പെട്ടക്കുന്ന മീൻ, പെട്ടക്കുന്ന പല സൈസിൽ പല. പിന്നെ ഞങ്ങൾ മെയിൻലി കൊച്ചുമീനെ സ്പോട്ട് ചെയ്താണ് ഇടാറ്, വലിയ മീനെ പിടിക്കാറില്ല. ചൂണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 മയിലിനെ സ്പോട്ട് ചെയ്തു.
ഗൈസ് ഇതാണ് ഇന്നത്തെ ക്യാച്ച്. ഇന്നത്തെ ക്യാച്ച് ഇത് ഏകദേശം എത്ര മീൻ കാണും? ഒരു 40-50 മീനെടുത്ത് കാണും. നമ്മളിതിൻ്റെ തൂക്കം നോക്കാനായിട്ട് ഒരു കവറിലോട്ട് മാറ്റുകയാണ്. തൊട്ടടുത്ത കടയിൽ കൊണ്ടുപോയി. ഇത് എത്ര കിലോ ആണോ? 800 ഗ്രാം, 850 ഗ്രാം. കറക്റ്റ് 1 kg. 1 കിലോ ഉണ്ട്. കാണും മീന്. അടുത്ത കൗണ്ട് നോക്കുവാണ് നമ്മൾ. എബി സിബിന് എത്ര എണ്ണം കാണും? 35. ഇപ്പം എത്ര എണ്ണമായി? 3, 4, 5, 6, 7, 8 മീൻ. 11, 24, 63, 64, 65, 66. ടോട്ടൽ 66 മീനുണ്ട്. 66 മീൻ ഗൈസ്. നമ്മുടെ ഏറ്റവും വലിയ ബിഗ് ക്യാച്ചാണിത്. അപ്പോൾ ഇതോടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നു. ആൽബിൻ ജോസ് സൈനിങ് ഓഫ്.